ദേശീയ തൊഴിലാളി ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്നു വന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ച ആശാപ്രവർത്തകർ. കേരളത്തിലുടനീളം സഞ്ചരിച്ചുള്ള സമരയാത്രയ്ക്ക് തുടക്കം കുറിച്ച പശ്ചാത്തലത്തിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 43-ാം ദിനത്തിലേക്ക് കടന്നപ്പോഴാണ് ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം അവസാനിപ്പിക്കുകയാണെന്ന് സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചത്. പുതിയ സമരയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നതിനാൽ നിരാഹാര സമരം അവസാനിപ്പിക്കുകയാണെന്നും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും സമര നേതാവ് എസ് മിനി വ്യക്തമാക്കി. ഫെബ്രുവരി 10-ന് ആരംഭിച്ച രാപ്പകൽ സമരം അത് കഴിഞ്ഞ് മാർച്ച് 20-നാണ് ഞങ്ങൾ ഒരു അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവാണ് ആ നിരാഹാരത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ 43 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഞങ്ങൾ 4-ാം ഘട്ടത്തിലേക്ക് സമരം കടന്നിരിക്കുകയാണ്. ഉയർന്ന ഘട്ടം കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളെയും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലേക്ക് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ സമരം നിരാഹാര സമരം ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. തുടർന്ന് അങ്ങോട്ട് അതിശക്തമായ ഒരു പ്രക്ഷോഭമാണ്. 14 ജില്ലകളിലെയും മുഴുവൻ ആശാപ്രവർത്തകരെയും മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ നേരിട്ട് കണ്ട് സംവദിക്കാനാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഇത് പണിയെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. കേവലം ആശാവർക്കർമാർക്ക് മാത്രമല്ല, അന്തസ്സായി പണിയെടുക്കാനും അന്തസ്സായി കൂലി വാങ്ങാനും അന്തസ്സായി ജീവിതം പുലർത്താനും വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് യാത്ര. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 81-ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് അടുത്ത ഘട്ട സമര പ്രഖ്യാപനവും ആശാപ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മെയ് 5-ന് തുടങ്ങി ജൂൺ 17-ന് അവസാനിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്കാണ് ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. തലസ്ഥാനത്തെ സമരത്തിന് എത്തിച്ചേരാൻ കഴിയാത്ത കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ ആശാപ്രവർത്തകരെ നേരിട്ട് കാണാനും അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാനും സമരയാത്രയിലൂടെ കഴിയുമെന്ന് സമര നേതാക്കൾ പറഞ്ഞു. 100 കണക്കിന് ആശാപ്രവർത്തകരെ അണിനിരത്തി മെയ് ദിന റാലിയും സംഘടിപ്പിച്ചു. സാർവദേശീയ തൊഴിലാളി ദിനമായ ഇന്ന് തങ്ങളുടെ തൊഴിലവകാശങ്ങൾക്കായി ആശാപ്രവർത്തകർ ഇന്നും സമരമുഖത്തിലാണ്. 84-ാം ദിനം ഇന്ന് പുതിയൊരു സമരരീതിക്കാണ് ആശാപ്രവർത്തകർ തുടക്കം കുറിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സമരയാത്രയിലൂടെ സംസ്ഥാനത്തുടനീളം തങ്ങളുടെ സമരവും പ്രതിഷേധവും വ്യാപിപ്പിക്കാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ക്യാമറ പേഴ്സൺ സത്യരാജിനോടൊപ്പം സൈമ സലാം, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.